എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അഥവാ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ചാണ്. സാധാരണ ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് നമ്മളൊരു വ്യക്തിയോട് പറയാൻ പോകുമ്പോൾ എല്ലാവർക്കും ഈ ഒരു ഇൻഡസ്ട്രിയോട് കൂടി പറയുകയാണെങ്കിൽ വളരെ പുച്ഛമാണ്. എന്താണതിന് കാരണം എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഒരേ ഒരു ഉത്തരവേ ഉള്ളൂ: അറിവില്ലായ്മ. നമുക്കറിയാം, ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അതിനെക്കുറിച്ച് പൂർണ്ണമായും പഠിച്ചാൽ മാത്രമാണ് അതിനെക്കുറിച്ച് വ്യക്തമായൊരു ധാരണ നമുക്ക് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതും പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും അഥവാ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കുറേ കാര്യങ്ങൾ വ്യക്തതയില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഈ ഒരു ബിസിനസ്സിനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യാത്തത്. ഈ ഒരു 5 നിമിഷത്തെ വീഡിയോയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്താണ്, ട്രഡീഷണൽ ബിസിനസ് എന്താണ്, ഇതിൻ്റെ രണ്ടിൻ്റെയും അഡ്വാൻറ്റേജ് എന്താണ്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ പറയുന്നതിന് മുമ്പ് ട്രഡീഷണൽ ബിസിനസ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയുകയാണെങ്കിൽ അത് നമുക്കറിയാം, പരമ്പരാഗതമായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതിയാണ്, ഒരു കച്ചവടമാണ്. അതിൽ ഒരു ഉൽപ്പന്നം നമ്മുടെ തൊട്ടടുത്തുള്ളൊരു കടയിൽ എത്തണമെങ്കിൽ ഒരു മാനുഫാക്ചറർ വേണം ആ ഉൽപ്പന്നം ഉണ്ടാക്കാനായിട്ട്. അദ്ദേഹത്തിന് ആ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നമ്മുടെ തൊട്ടടുത്തുള്ള കടകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വിപണന ശൃംഖല വേണം. ആ ശൃംഖലയിൽ തീർച്ചയായിട്ടും ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള ആളുകളും ഒപ്പം തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും അതുമാതിരി തന്നെ ഇൻഫ്രാസ്ട്രക്ചറും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു മേഖലയിലുള്ള ബിസിനസ്സുകാരാണ് അദ്ദേഹം ചുമതലപ്പെടുത്തുന്നത്. അപ്പോൾ ഞാൻ ഒരു ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്യുന്നു. ആ ഉൽപ്പന്നങ്ങൾ തൊട്ടടുത്തുള്ള നിങ്ങളുടെ കടയിലേക്ക് എത്താനായിട്ട് ഒരു വിപണന ശൃംഖലയുണ്ട്. ആ ശൃംഖലയിൽ ബിസിനസ് മൈൻഡഡായിട്ടുള്ള ആളുകളുണ്ട്. അവരതിൽ പൈസ ഇറക്കിയിട്ടുണ്ട്, ഇൻഫ്രാസ്ട്രക്ചർ ഇറക്കിയിട്ടുണ്ട്, എംപ്ലോയീസിനെ വെച്ചിട്ടുണ്ട്. അവിടെ ഒരു മാനുഫാക്ചറർക്ക് 10 രൂപ വില മതിക്കുന്ന ഒരു പ്രൊഡക്റ്റ് തൊട്ടടുത്തുള്ള ഒരു കടയിൽ 40, 50, 60 രൂപയ്ക്ക് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ആ കണ്ണിയിൽ, ആ ശൃംഖലയിലുള്ള എല്ലാവർക്കും ലാഭം കിട്ടിയാൽ മാത്രമാണ് അവർ ആ ബിസിനസ്സിൽ നിലനിൽക്കുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അവിടെ ലാഭം ഉണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കൂടാതെ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങണമെങ്കിൽ നമ്മളിൽ ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു പ്രലോഭനം അല്ലെങ്കിൽ ഒരു പ്രചരണം ആവശ്യമാണ്. അതിനുവേണ്ടി ഇന്ന് എല്ലാ കമ്പനികളും ചെയ്യുന്നത് പബ്ലിസിറ്റി, അഡ്വർടൈസിംഗ് ആണ്. ഒരുപക്ഷെ ന്യൂസ് പേപ്പറിലായിക്കോട്ടെ, ഒരുപക്ഷെ TV മാധ്യമങ്ങളിലൂടെ ആയിക്കോട്ടെ, ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, അങ്ങനെ പല രീതികൾ അവലംബിച്ചുകൊണ്ടാണ് ഒരു ബ്രാൻഡ് അംബാസിഡർ ചില ആളുകൾ വയ്ക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും പണം ചിലവുണ്ട്. അപ്പോൾ ഈ പണമെല്ലാം എവിടെ നിന്ന് ലഭിക്കുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ ബിസിനസ്സിൽ നടക്കുന്ന ലാഭമാണ്. തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതാണ് പരമ്പരാഗതമായ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ഇവിടെയും നഷ്ടസാധ്യതയുണ്ട്, ലാഭസാധ്യതയുണ്ട്. ഈ ബിസിനസ് ചെയ്യുന്ന എല്ലാവർക്കും, മാനുഫാക്ചറർക്കും വിപണന ശൃംഖലയിലുള്ള ആളുകൾക്കും എല്ലാവർക്കും ലാഭസാധ്യതയുമുണ്ട്, നഷ്ടസാധ്യതയുമുണ്ട്. ഇനി നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇതും ഒരു വിപണന തന്ത്രം മാത്രമാണ്. ഇവിടെ ഉൽപ്പന്നങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകൾക്ക് അത് ഒരു എൻഡ് യൂസർ അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് ഒരു വിപണന ശൃംഖല എന്ന് പറയുന്ന ബിസിനസ് മൈൻഡഡ് ആയിട്ടുള്ള പണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് ഇൻഫ്രാസ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്ത് ലേബേഴ്സിനെ വെച്ചിട്ടുള്ള ഒരു വിപണന ശൃംഖല ഇല്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല ഇവിടെ ഒരു അഡ്വർടൈസിങ് മെത്തേഡുമില്ല. ഒരു ബ്രാൻഡ് അംബാസിഡർക്ക് പണം ചിലവാക്കേണ്ട ആവശ്യമില്ല, മീഡിയാസിന് പൈസ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടുത്തെ വിപണന തന്ത്രം ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന വ്യക്തികൾ തന്നെ ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരം മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ റെക്കമെൻഡിങ് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു വ്യക്തികൾ ചെയ്യണമെങ്കിൽ അവിടെ ഒരു ലാഭം വേണം, അല്ലേ? നേരത്തെ ട്രഡീഷണൽ ബിസിനസ്സിൽ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾ എൻജോയ് ചെയ്യുന്ന അതേ ലാഭം ഇവിടെ ഈ ഉൽപ്പന്നങ്ങളെ ഉപയോഗിക്കുന്നവർക്കും ഉൽപ്പന്നങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നവർക്കും ഒരു ലാഭം കിട്ടണം. അപ്പോൾ അവിടെ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ തീർച്ചയായിട്ടും ഒരു ഉൽപ്പന്നം മാനുഫാക്ചർ ചെയ്യാൻ അതേ 10 രൂപ തന്നെ ആവശ്യമായിരിക്കും.
ആ ഉൽപ്പന്നങ്ങൾ എൻഡ് യൂസർ അല്ലെങ്കിൽ ഒരു കസ്റ്റമർക്ക് ലഭിക്കുന്നതും അതേപോലെ 40 രൂപയ്ക്കോ 50 രൂപയ്ക്കോ ആയിരിക്കും. ഇവിടെ ലാഭം കിട്ടുന്നത് ആർക്കാണ്? ഇവിടെ ലാഭം കിട്ടുന്നത് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് എന്ന് പറയുന്നത് റെക്കമെൻഡിങ് ബിസിനസ്സാണ്. ഒരു ഉദാഹരണത്തിന് മാനുഫാക്ചറർ ഒരു ഉപഭോക്താവ് ആയ എനിക്ക് ഈ പ്രൊഡക്റ്റ് തരുമ്പോൾ എന്നെ തന്നെ അതിൻ്റെ വിപണനവും ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഉൽപ്പന്നം ഉപയോഗിച്ച് സത്യസന്ധമായി അതിൻ്റെ ഗുണം ലഭിച്ച ഒരു വ്യക്തിയാണെങ്കിൽ ഈ ഉൽപ്പന്നത്തെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അവർ അവരുടെ വേണ്ടപ്പെട്ട ഡിയർ നിയറസിനെ എത്തിക്കുന്നു. നമ്മളെല്ലാവരും ആ ഉൽപ്പന്നം ഉപയോഗിക്കുന്നു. ആ ഉൽപ്പന്നം ഉപയോഗിക്കപ്പെടുമ്പോൾ നമ്മളെപ്പോലുള്ള ഡയറക്റ്റ് സെല്ലിംഗ് അല്ലെങ്കിൽ നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു നെറ്റ്വർക്ക്, ഒരു കണ്ണികളുണ്ട്. നേരത്തെ ട്രഡീഷണൽ ബിസിനസ് നമ്മൾ ഒരു ചാനലുണ്ട്. ഇവിടെ ആ ചാനലിൽ ആരൊക്കെയാണോ ബന്ധപ്പെട്ടിട്ടുള്ളത് അവർക്കെല്ലാം ഒരു വരുമാനം ലഭിക്കുന്നു. അപ്പോൾ ട്രഡീഷണൽ ബിസിനസ്സിലും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലും രണ്ട് വിപണന തന്ത്രമാണ്. ട്രഡീഷണൽ ബിസിനസ്സിൽ പണം ഉള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ കഴിവുള്ള ആളുകൾക്ക് മാത്രം, അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രം വരുമാനം ലഭിക്കുമ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ചുരുങ്ങിയ മുതൽ മുടക്കിൽ സമയം വിനിയോഗിക്കുന്ന, സത്യസന്ധമായി ആത്മാർത്ഥമായി സമയം വിനിയോഗിക്കുന്ന ഒരു പറ്റം ആളുകൾക്ക് ഇതിൽ നിന്നും വരുമാനം ലഭിക്കുന്നു. ഇപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലും ഒരു മെത്തേഡുണ്ട്. ഈ വിപണനം നടത്തുന്ന ആളുകൾക്ക് അതിൻ്റെ ലാഭം കിട്ടുവാനായിട്ട് ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ബിസിനസ് പ്ലാൻ എങ്ങനെയായിരിക്കണം, അതുപോലെ തന്നെ തീർച്ചയായിട്ടും ആ ഉൽപ്പന്നങ്ങളുടെ വില എങ്ങനെയായിരിക്കണം, ക്വാളിറ്റി എങ്ങനെയായിരിക്കണം, ഇത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഉൽപ്പന്നങ്ങൾ ഗുണനിലവാരമുള്ളതായിരിക്കണം, സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിയണം. ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും നല്ല രീതിയിലുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റം കൊടുക്കണം. ഒപ്പം തന്നെ അവർക്ക് ഒരു യുണീക്കായിട്ടുള്ള ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടായിരിക്കണം. ആ ബിസിനസ് പ്ലാനിൽ അനാവശ്യമായിട്ടുള്ള കണ്ടീഷൻസ് പാടില്ല. ഒരു വ്യക്തിയെ കൊണ്ട് അനാവശ്യമായി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ പാടില്ല. ഈ ഒരു ബിസിനസ്സിൽ സക്സസ് ആകാൻ ഒരേ ഒരു കാര്യം മാത്രമാണ് നമുക്ക് ചെയ്യേണ്ടത്. ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ നിങ്ങൾ സക്സസ് ആകണമെങ്കിൽ അല്ലെങ്കിൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് വരുന്ന മിസ്റ്റേക്ക് എന്താണ്? ഒരേ ഒരു മിസ്റ്റേക്കാണ്. ഈ ഒരു വിജയമന്ത്രം എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം. എന്താണ് വിജയമന്ത്രം? നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന കമ്പനി, നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സായി തിരഞ്ഞെടുക്കുന്ന കമ്പനി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് ക്വാളിറ്റി വേണം, ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം വേണം. അതായത് അതുപോലെ തന്നെ ഉൽപ്പന്നങ്ങളുടെ വില സാധാരണക്കാരന് ഉപയോഗിക്കാൻ കഴിവുള്ള വിലയിലുള്ളതായിരിക്കണം. ഒപ്പം തന്നെ ഒരാൾക്കും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അതുമാതിരി തന്നെ ഇവിടെ കസ്റ്റമർ ക്രിയേഷൻസ് ആണ് നടക്കേണ്ടത്. അതായത് 3 തലത്തിലാണ് ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് സക്സസ്ഫുൾ ആകുള്ളൂ. നമ്പർ 1, ഉപഭോക്താക്കൾ ഉണ്ടാവുക, അതായത് കസ്റ്റമേഴ്സ് ഉണ്ടാവുക, പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ആളുകൾ ഉണ്ടാവുക. 2, പ്രൊഡക്റ്റിനെ ആളുകളിലേക്ക് എത്തിക്കാൻ, വിപണനം ചെയ്യാൻ കഴിവുള്ള റീറ്റെയിലേഴ്സ് ഉണ്ടാകണം. 3, ശൃംഖലയെ ഡെവലപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ വർദ്ധിപ്പിക്കാനായിട്ടുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടർ നെറ്റ്വർക്ക് ഉണ്ടായിരിക്കണം. ഈ 3 കാര്യങ്ങളും ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അവിടെ എല്ലാ മാസവും ബിസിനസ് അല്ലെങ്കിൽ കച്ചവടം നടന്നിരിക്കണം. ഒന്നുകിൽ ഞാൻ ഒരു യൂസറായിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് സെല്ലറായിരിക്കണം, അതുപോലെ തന്നെ ഞാനൊരു നെറ്റ്വർക്ക് ബിൽഡറായിരിക്കണം. ഓരോ മാസവും ഞാൻ ഉണ്ടാക്കിയ വിപണന ശൃംഖലയിൽ ബിസിനസ് നടന്നാൽ മാത്രമാണ് എനിക്ക് വരുമാനം ലഭിക്കുകയുള്ളൂ. അല്ലാതെ ഞാൻ റിക്രൂട്ട്മെൻറ്റ് അല്ലെങ്കിൽ വിപണന ശൃംഖല മാത്രം ഉണ്ടാക്കിയാൽ ഒരിക്കലും വരുമാനം ഉണ്ടാകില്ല. ഫൈനലി എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഒരു ഉൽപ്പന്നം ട്രഡീഷണലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ 1 കോടി രൂപയുടെ മുതൽ മുടക്കി ഒരു ഉൽപ്പന്നം ഉണ്ടാക്കുകയാണ് എന്ന് വിചാരിക്കട്ടെ. നിങ്ങളൊരു 1000-ഓ 10,000-ഓ ഷോപ്പിൽ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവയ്ക്കുന്നു. ആ ഉൽപ്പന്നം ആ ഷോപ്പിൽ കച്ചവടം നടന്നാൽ മാത്രമാണ്, അല്ലെങ്കിൽ വീണ്ടും വീണ്ടും കച്ചവടം നടന്നാൽ മാത്രമാണ് മാനുഫാക്ചറർ ചെയ്യുന്ന വ്യക്തിക്ക് ലാഭമുള്ളൂ, ഈ കണ്ണികളിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ലാഭമുള്ളൂ. അല്ലാത്ത പക്ഷം 1 രൂപ പോലും ലാഭമുണ്ടാകില്ല, നഷ്ടസാധ്യത കൂടുതലാണ്. അത് തന്നെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിലും സംഭവിക്കുന്നത്. മാനുഫാക്ചറർ, അതായത് ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനി
മാനുഫാക്ചർ ചെയ്ത ഉൽപ്പന്നങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുന്നു. അവർക്ക് തരേണ്ടത് സർവീസാണ്. ഉപഭോക്താക്കൾ, ഇതിലെ ഓരോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഉപഭോക്താക്കളാണ്, യൂസറാണ്. അവർ സ്ഥിരമായി അവർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി ഉപയോഗിക്കണം, മറ്റുള്ളവരിലേക്ക് എത്തിക്കണം. ഈ പ്രോസസ്സ് നടന്നാൽ മാത്രമാണ് ആഴ്ചയിലോ മാസത്തിലോ കമ്പനികൾ പ്രോമിസ് ചെയ്തിട്ടുള്ള വരുമാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ഈ ബിസിനസ്സിൽ നിങ്ങൾക്കൊരിക്കലും ലാഭമുണ്ടാക്കാൻ സാധിക്കില്ല. ഈ ഒരു കാര്യം സത്യാവസ്ഥ മനസ്സിലാക്കി ഇനി ഒരു ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെ ഒരു കസ്റ്റമറാകാനോ നിങ്ങളതിൻ്റെ ഒരു വിപണനം ചെയ്യുന്ന ആളാകാനോ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഒപ്പം തന്നെ ഇതൊരു നെറ്റ്വർക്കായതുകൊണ്ട് നെറ്റ്വർക്കിൽ വിപണന ശൃംഖല ഉണ്ടാക്കിയാൽ മാത്രമാണ് നിങ്ങളുടെ ബിസിനസ് വളരുകയുള്ളൂ. ഓക്കെ, നന്ദി, നമസ്കാരം. ഈ ഒരു ചെറിയ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ട്രഡീഷണൽ ബിസിനസ്സും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സുമായുള്ള വ്യത്യാസം പറഞ്ഞു തരിക എന്നൊരു ഉദ്ദേശമായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് വിചാരിക്കുന്നു. ഇനിയും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ബിസിനസ്സിലെ ചതിക്കുഴികളെക്കുറിച്ചുള്ള പല വീഡിയോസും ഞാൻ ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു മീഡിയ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു സോഷ്യൽ മീഡിയ ആയിക്കോട്ടെ, ഏത് ചാനലായിക്കോട്ടെ, തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എൻ്റെ പുതിയ വീഡിയോസിൻ്റെ അപ്ഡേഷൻസ് ലഭിക്കും, നോട്ടിഫിക്കേഷൻ ലഭിക്കും. ലൈക്ക് ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.